ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഫോറിലെ മാത്സ് ആണ് കേട്ടോ. അതിൽ എന്താണ് ഹൗ മെനി നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ബാക്കി ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എറണാകുളം ടു അമൃത്സർ ആണല്ലേ. അതിന് മുന്നേ എന്താണ് വീഡിയോ കാണാത്തവർ അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് ഉണ്ട്, കാണുക കേട്ടോ. അപ്പോൾ എറണാകുളം ടു അമൃത്സർ, ദ ടേബിൾ ഷോസ് ദ സ്റ്റേഷൻസ് at which a train from Ernakulam to Amritsar stops and their distances from Ernakulam. Find the first station at which the train stops after leaving Ernakulam. Write the other stations and distance in the correct order. കണ്ടോ, സ്റ്റേഷനും ഡിസ്റ്റൻസും തന്നിരിക്കുന്നുണ്ട്. എന്താ അവിടെ പറയുന്നത് മക്കളെ? എറണാകുളത്ത് നിന്ന് അമൃത്സർ വരെ പോകുന്ന ട്രെയിൻ നിർത്തുന്ന ചില സ്റ്റേഷനുകളും ദൂരവുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. എറണാകുളത്ത് നിന്ന് അമൃത്സറിലേക്ക് പോകുന്ന ട്രെയിൻ നിർത്തുന്ന ചില സ്റ്റേഷനും ദൂരമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ നോക്കിയിട്ട് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ആദ്യം നിർത്തുന്ന സ്റ്റേഷൻ ഏതെന്ന് എഴുതുക. തുടർന്ന് നിർത്തുന്ന മറ്റ് സ്റ്റേഷനുകൾ ദൂരവും ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് എന്താ തന്നിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? കാസർഗോഡ് 368, മാംഗ്ലൂർ 415, കോഴിക്കോട് 193 കിലോമീറ്റർ, അമൃത്സർ 3092 കിലോമീറ്റർ, സൂറത്ത് 1522, ന്യൂഡൽഹി 2643, ലുധിയാന 2956 അല്ലേ. അപ്പോൾ ഫസ്റ്റ് നിർത്തുന്ന ഏതാതിൽ ഫസ്റ്റ് കുറച്ച് കിലോമീറ്റർ കുറവുള്ളതാണ് അല്ലേ. ഇതിൽ ഏറ്റവും കുറവുള്ളത് ഏതാണെന്ന് നോക്കിയ മക്കളെ? ഏതാണ്? 193 അല്ലേ. അതിൽ കുറവുള്ളത് വേറെ ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ കോഴിക്കോടാണ് ഫസ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കോഴിക്കോട് 193 എന്ന് എഴുതണം അല്ലേ. പിന്നെ അടുത്ത ഏതാണ് നോക്കൂ, ഇത് എഴുതിയിട്ട് നമ്മൾ ഇതെഴുതി. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ എഴുതേണ്ടത്? പിന്നെ അത് കുറവുള്ളത് ഏതാ? അതെ, ഇത് കാസർഗോഡ് അല്ലേ, 368. അപ്പോൾ സ്റ്റേഷൻ എന്താക്കണം? രണ്ടാമത് സ്റ്റേഷൻ കാസർഗോഡ് ചെയ്ത് എന്നിട്ട് 368 കിലോമീറ്റർ എഴുതുക. ഇനി ഇതിൽ കുറവുള്ള പിന്നെ ഏതാണ്? മാംഗ്ലൂരാണ് അല്ലേ. അപ്പോൾ മാംഗ്ലൂർ 450 കിലോമീറ്റർ എഴുതുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാണ് കുറവുള്ളത് നോക്കിയേ? ഇത് സൂറത്ത് അല്ലേ. അപ്പോൾ സൂറത്ത് നിന്ന് എഴുതുക 1522 കിലോമീറ്റർ എഴുതുക. പിന്നെ ഇതിൽ ഏതാ കുറവുള്ളത്? എങ്ങനെ? ഇത് 3000 ആണ് അല്ലേ, ഇത് 2000 ആണ് അല്ലേ. അപ്പോൾ 2000 നോക്കുക. ഇനി ഇതിൽ കുറവുള്ള ഏതാക്കുക? അപ്പോൾ ഇത് 2600, ഇത് 2900, അതിലേതാ ചെറുത്? ഇത് അല്ലേ. പിന്നെ ന്യൂഡൽഹിയാണ് എഴുതുന്നത്. അത് കഴിഞ്ഞ് ലുധിയാന, അത് കഴിഞ്ഞിട്ട് അമൃത്സർ എഴുതുക കേട്ടോ. ഓക്കെ ഇതാ ഇങ്ങനെ എഴുതുക കേട്ടോ. ഓക്കെ, കോഴിക്കോട്, കാസർഗോഡ്, മംഗളൂർ, സൂറത്ത്, ന്യൂഡൽഹി, ലുധിയാന, അമൃത്സർ കേട്ടോ. ദെൻ നെക്സ്റ്റ് കണ്ടിന്യൂ ദ പാറ്റേൺ. എന്താണ്? 10,050, 10,051, 10,052. അടുത്ത് എന്താ? 10,053, 10,054, 10,055 ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ, 11,085, 11,086, 11,087. അടുത്തെന്താ? 11,088, 11,089, 11,090 അല്ലേ. നെക്സ്റ്റ് നോക്കൂ, 19,995, 19,996, 19,997. അടുത്തെന്താണ്? 19,998, 19,999. പിന്നെന്താണ്? 20,000 അല്ലേ. അത് എഴുതുക. നെക്സ്റ്റ് 12,320, 12,340, 12,360. അടുത്തെന്താ? 20 ആണ് ഇവിടെ കൂടി വരുന്നത് അല്ലേ. ഇവിടെയൊക്കെ ഓരോന്ന് വീതം കൂടിയത്, ഇവിടെ എന്താ 20 കൂടി വരുന്നത് അല്ലേ. അപ്പോൾ 12,380, 12,400, 12,420 അങ്ങനെ എഴുതുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ എഴുതുക കേട്ടോ. പിന്നെ എന്താണ് ഇവിടെ നമ്മൾ ഇവിടെ 10,000, 11,000, 12,000, 13,000, 14,000, 50,000. പിന്നെ ഇതെന്താണ്? 11,030, 11,060. നമ്മളതായിട്ടുള്ളൊരു പാറ്റേൺ എഴുതുക കേട്ടോ. 11,090, 11,120, 11,150, 11,180. ഇവിടെ 30 കൂടി വരുന്നത്. പിന്നെ 60,000, 50,000 കുറഞ്ഞ് വരുന്നത് കേട്ടോ. 40,000, 30,000, 20,000, 10,000 അല്ലേ. അങ്ങനെ ഒരു പാറ്റേൺ നിങ്ങളതായിട്ടുള്ള രീതിയിൽ തന്നെ എഴുതണം എന്നുള്ളത് നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതുക കേട്ടോ. ഏത്? ഈ താഴെയുള്ളത് ഇത് ഈ ഓർഡർ തന്നെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, എയറോപ്ലെയിൻ അല്ലേ. ആഫ്റ്റർ ദ ടൂർ ദ റിട്ടേൺ ഇൻ ആൻ എയറോപ്ലെയിൻ. ടൂർ കഴിഞ്ഞ ശേഷം അവർ എയറോപ്ലെയിനിലാണ് തിരിച്ചു വന്നത്. എ സ്ക്രീൻ അറ്റ് ദ എയർപോർട്ട് ഡിസ്പ്ലേ ദ നമ്പേഴ്സ് ഓഫ് ഫ്ലൈറ്റ്സ് അറൈവിംഗ് ആൻഡ് ഡിപ്പാർട്ടിങ്. എന്താണ്? എയർപോർട്ടിലുള്ള സ്ക്രീനിൽ എന്താണ്? ഫ്ലൈറ്റിൻ്റെ അല്ലെ, എയറോപ്ലെയിനിൻ്റെ ഈ അറൈവിങ് വരവും അതുപോലെ ഡിപ്പാർട്ടിങ് പുറപ്പെടുന്നതും എപ്പോഴൊക്കെയാണെന്നുള്ളത് എന്താണ്? എയർപോർട്ടിലെ സ്ക്രീനിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അല്ലേ. നോക്കിയാൽ വാട്ട്സ് അവർ ഫ്ലൈറ്റ് നമ്പർ. നമ്മളെ ഫ്ലൈറ്റ് നമ്പർ എത്രയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ. ഫ്ലൈറ്റ് നമ്പർ ഹാസ് 4 ഡിജിറ്റ്. ഫ്ലൈറ്റ് നമ്പർ എന്താണ്? 4 ഡിജിറ്റ് ഉണ്ട്. ദ നമ്പർ ഫൗണ്ട് ബൈ ദ ഡിജിറ്റ് അറ്റ് ദ hundreds and tens places is double the number
ഫോംഡ് ബൈ ദ ഡിജിറ്റ്സ് അറ്റ് ദ തൗസൻഡ്സ് ആൻഡ് 100 പ്ലേസ്. പിന്നെന്താ ഈ ഫ്ലൈറ്റ് നമ്പറിൻ്റെ എന്താ ക്ലൂ ആ തരുന്നത് അല്ലേ. The number formed by the digits at the tens and ones places is double, and the number formed by the digits at the hundreds and tens place. Write the flight number of an aeroplane. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എന്താണ് വിമാനത്തിൻ്റെ നമ്പർ എന്താണ്? ഒരു 4 ഡിജിറ്റ് നമ്പറാണ് അല്ലേ. അപ്പോൾ 4 ഡിജിറ്റ് നമ്പറാന്ന് പറയുമ്പോൾ 4 അക്കങ്ങൾ ഉണ്ടാവും അല്ലേ, 4 ഡിജിറ്റ് ഉണ്ടാവും. പിന്നെന്താണ്? 1000ൻ്റെയും 100ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് 100ൻ്റെയും 10ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യ അല്ലേ. അപ്പോൾ നമ്മൾ 4 ഡിജിറ്റ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 1 2 3 4 ഡിജിറ്റ് ഉണ്ട്. അതിലെന്താണ്? 1000ൻ്റെയും 1000ൻ്റെയും 100ൻ്റെയും 1000 എന്ന് പറയുന്നത് ഇതാണ് 1000 അല്ലേ. ഇത് 1 ആണ്, ഇത് 1, ഇത് 10 വരും അല്ലേ. പിന്നെ ഇത് 100 ആണ്, ഇത് 100, ഇത് 1000. ഓക്കെ. അപ്പോൾ എന്താണ്? 1000ൻ്റെയും 100ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് എന്ത്? 100ൻ്റെയും 10ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കിയാൽ ഈ 1000ൻ്റെയും 100ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് 100ൻ്റെയും 10ൻ്റെയും. അതായത് ഈ 1000ൻ്റെയും 100ൻ്റെയും ഈ സ്ഥാനത്തിൻ്റെ ഇരട്ടിയാണ് എന്ത്? 100ൻ്റെയും 10ൻ്റെയും സ്ഥാനം എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു നമ്പർ എടുക്കുക. ഇവിടെ ഞാൻ 1 എടുത്തു, ഇവിടെ 2 എടുത്തു. ഓക്കെ. ഈ നമ്പറിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 12ൻ്റെ ഇരട്ടി എത്രയാണ്? 24 അല്ലേ. അതാണ് 100ൻ്റെയും 10ൻ്റെയും വരേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ 2 ഇവിടെ വന്നിട്ട് ഇവിടെ 4 കൊടുക്കേണ്ടി വരും അല്ലേ. ഓക്കെ. അപ്പോൾ 12ൻ്റെ ഇരട്ടിയാണ് എന്ത്? 100ൻ്റെയും 10ൻ്റെയും ഈ ഇരട്ടി എന്താണ് സ്ഥാനങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 12ൻ്റെ ഇരട്ടി 24 അല്ലേ. അപ്പോൾ 24 ഇവിടെ എഴുതി. ഇനി എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ. 100ൻ്റെയും പിന്നെന്താണ് ഇരട്ടി 100ൻ്റെയും 10ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യ അല്ലേ കിട്ടി. ഇനി എന്താണ്? 100ൻ്റെയും 10ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന് 100ൻ്റെയും 100ൻ്റെയും 10ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് 10ൻ്റെയും 1ൻ്റെയും സ്ഥാനത്ത് അല്ലേ. അപ്പോൾ 10ൻ്റെയും 1ൻ്റെയും സ്ഥാനത്ത് എന്താണ്? ഈ 100ൻ്റെയും 10ൻ്റെയും ഇരട്ടി. അപ്പോൾ 24ൻ്റെ ഇരട്ടി എത്രയാണ്? 48 അല്ലേ. അപ്പോൾ 10ൻ്റെയും 1ൻ്റെയും അവിടെ വരും, ഇവിടെ 4 വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 8 കൊടുക്കുക. ഓക്കെ. അപ്പോൾ എത്രയാണ്? 1248 അല്ലേ. 1248 ആണ് എന്ത്? വിമാനത്തിൻ്റെ നമ്പർ അല്ലേ. അപ്പോൾ എന്താക്കുക? അവിടെ എഴുതുക. എത്ര? 1248 അല്ലേ. 1248. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യന്? റോമൻ നമ്പേഴ്സ് ആട്ടോ. റോമൻ നമ്പേഴ്സ് ഇത് നോക്കിയേ. സാധാരണ ഇങ്ങനെയാണ് നമ്മളെ ക്ലോക്കിലൊക്കെ ഉണ്ടാവും 1 2 3 4 5 6 അങ്ങനെ ഉണ്ടാവും അല്ലേ. ചില ക്ലോക്കിൽ ഇങ്ങനെ ഉണ്ടാവും 1 ഇങ്ങനെ 2 അല്ലേ. ഇത് റോമൻ നമ്പറാണ് കേട്ടോ, റോമൻ ന്യൂമറൽസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ക്ലോക്കിൽ നമ്പർ ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ. നമ്പേഴ്സ് വേറെ റോമൻ ന്യൂമറൽ അല്ലേ. ഇത് നമ്പർ ഉണ്ട്, അത് റോമൻ ന്യൂമറലാണെന്നാണ് ടീച്ചർ പറയുന്നത് അല്ലേ. അപ്പോൾ നമ്പേഴ്സ് ഓഫ് ക്ലോക്ക് ഇൻ റോമൻ ന്യൂമറൽ നോക്കിയേ. ഈ ക്ലോക്കിലുള്ള റോമൻ ന്യൂമറലിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1ന് അതങ്ങനെ ഒറ്റന്ന് അല്ലേ. ഇത് 2ന് എന്താ? 2 വരടും അല്ലേ. 3നെയോ 3 വരടും. 4നെയോ 1 വരയും 1 വിയും ഇടും അല്ലേ. പിന്നെ 5ന് നമ്മൾ സ്റ്റാൻഡേർഡൊക്കെ എഴുതല്ലേ, നമ്മളെ ക്ലാസ്സൊക്കെ എഴുതുന്നത് ഇങ്ങനെയല്ലേ എഴുതല്. ഇനി 5നെയോ ഇങ്ങനെ 5 1 വി അല്ലേ. 6നെ 1 വിയും 1 1ഉം. ഓക്കെ. ഇനി 7നെയോ വിയും 2 1ഉം. 8നെ വിയും 3 1ഉം അല്ലേ. ഇനി 9നെയോ 1 1 1 എക്സും. 10നെയോ എക്സ് ആക്കി അല്ലേ. പിന്നെ 11നെ എക്സ് കഴിഞ്ഞിട്ട് 1 അല്ലേ. 12നെയോ എക്സ് കഴിഞ്ഞിട്ട് 2 1. ഓക്കെ. ഇങ്ങനെയാണ് എന്ത്? റോമൻ ന്യൂമറൽസ് കേട്ടോ. ഓക്കെ. ഇനി നമ്പേഴ്സ് ഇൻ അബാക്കസ്. സീ ദ അബാക്കസ്. എന്താണ് ഈ അബാക്കസ് നോക്കുക. റൈറ്റ് ഓൾ 5 ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഷോൺ ഇൻ ദ അബാക്കസ് യൂസിങ് ജസ്റ്റ് 2 ബീഡ്സ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ അബാക്കസിൽ 2 മുത്തുകൾ മാത്രം ഉപയോഗിച്ചുണ്ടാകുന്ന എല്ലാ അഞ്ചക്ക സംഖ്യകളും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? 2 ബീഡ്സ് മാത്രം ഉപയോഗിച്ചിട്ട് എന്താണ് 5 ഡിജിറ്റ് നമ്പർ എഴുതണം അല്ലേ. 2 അല്ലേ. അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ? ഒന്ന് നോക്കിയേ. 2 ബീഡ്സിലൊക്കെ എന്താണ് 5 നമ്പർ 5 ഡിജിറ്റ് നമ്പർ വേണം അല്ലേ. 1 2 3 4 5 അല്ലേ. അപ്പോൾ 2 നമ്പറാണ് എടുക്കുന്നത്. ഇതാ 1 ഇത് എത്രയായി? ഇത് 20,000 ആയി അല്ലേ. ഒന്നത് അപ്പോൾ എന്താക്കുക? 20,000 എഴുതുക. പിന്നെന്താ അടുത്തത്?
രണ്ട് വീടല്ലേ, ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ. അപ്പോൾ എന്തായി 11,000 അല്ലേ. ഇപ്പോൾ 11,000 ഒന്നായി അല്ലേ. അപ്പോൾ ഒന്ന് അത്. പിന്നെ അടുത്ത എന്താണ്, ഒന്ന് ഇവിടെ, പിന്നെന്താ ഒന്ന് ഇവിടെ കൊടുക്കുക അല്ലേ. അപ്പോൾ എന്തായി 10,100 അല്ലേ. പിന്നെ പിന്നെ നമുക്ക് എന്താക്കാം, ഒന്ന് ഇവിടെ കൊടുക്കുക. അങ്ങനെ കുറേ എഴുതിക്കൂടും, 2 ബീഡ്സ് വെച്ചിട്ട് ഒന്ന് ഇവിടെ കൊടുക്കുക, ഒന്ന് ഇവിടെ കൊടുക്കുക അല്ലേ. അപ്പോൾ എന്തായി 10,010 എഴുതുക അല്ലേ. പിന്നെ അടുത്തത് എന്താണ്, ഒന്ന് ഇവിടെ കൊടുക്കുക. 2 മുത്തേ പാടുള്ളൂ, 2 മുത്തിനോട് മാത്രം എന്താക്കുക, 5 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ കൊടുക്കുക അല്ലേ. അപ്പോൾ 10,001 കൊടുക്കുക അല്ലേ. അപ്പോൾ 2 ബീഡ് വെച്ചിട്ട് നമുക്ക് 5 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എത്ര എണ്ണം എന്താക്കിയോ അതൊക്കെ ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇങ്ങനെ എഴുതുക കേട്ടോ. അപ്പോൾ 11,000, 10,100, പിന്നെന്താണ് 1010, 10,010, പിന്നെ 10,001, പിന്നെ 20,000 അല്ലേ. ഇനി ഹൗ മെനി ഹൺഡ്രഡ്സ്, എത്ര ഹൺഡ്രഡ്സ് ഉണ്ടെന്ന്. റൈറ്റ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ ഡിജിറ്റ് 1 to 5. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള ഡിജിറ്റ് ഉപയോഗിച്ചിട്ട് എത്ര എന്താണ് 1 മുതൽ 5 വരെയുള്ള ഡിജിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് അതിൻ്റെ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പറും അതുപോലെ സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പറും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1, 2, 3, 4, 5 അല്ലേ. അപ്പോൾ 1, 2, 3, 4, 5 വരുമ്പോൾ അതിൽ ഏറ്റവും ലാർജസ്റ്റ് നമുക്ക് എങ്ങനെ ചെയ്താൽ ലാർജസ്റ്റ് നമ്പർ 54,321 എഴുതാം. പിന്നെ സ്മോളസ്റ്റോ 12,345 എഴുതാം. ഓക്കെ, ഇനി നോക്കിയേ ഹൗ മെനി ഹൺഡ്രഡ്സ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ. ഈ ലാർജസ്റ്റ് നമ്പറിൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്. അപ്പോൾ നോക്കി ഇവിടെ ഹൺഡ്രഡ്സ് അല്ലേ. അപ്പോൾ ഇവിടെ ഹൺഡ്രഡ്സ് എത്ര നമുക്ക് 1, 10, 100 അല്ലേ. 100ൽ എത്രയാണ്, എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് 3 അല്ലേ. ഇനി അതുപോലെ സ്മോളസ്റ്റ് നമ്പറിലും ഹൺഡ്രഡ്സ് ഇവിടെ നോക്കിയാൽ ഇതിലെത്ര 3 എന്താണ് 1, 10, 100 അല്ലേ, എത്രയാ 3 തന്നെ കേട്ടോ. അപ്പോൾ ഹൗ മെനി ഹൺഡ്രഡ്സ് ഇൻ ദ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, അവിടെയും 3 തന്നെയാണ് കേട്ടോ. ഇവിടെയും 3. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ആണ് കേട്ടോ. എന്താണ് നമുക്ക് ഇത്രയും എന്താണ് 9,875 അല്ലേ. ഇതിൽ എത്ര 1000 ഉണ്ട്, എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്, എത്ര ടെൻസ് ഉണ്ട്, എത്ര വൺസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താണ് 9,000 ആണ് അല്ലേ. പിന്നെ അത് തന്നിട്ടുണ്ട്. പിന്നെ എത്ര 100 ഉണ്ട്, 100ൻ്റെ സ്ഥാനത്ത് ഏതാ 1, 10, 100. 100ൻ്റെ സ്ഥാനത്ത് ഏതാണ് 8 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 800 എന്ന് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ടെൻസിൻ്റെ സ്ഥാനത്ത് ഏതാ 1, 10, 7 ആണ് അല്ലേ. അപ്പോൾ 7, 10. ഓക്കെ, ഇനി എത്ര വൺസ് ഉണ്ട് അവിടെ, വൺസിൻ്റെ സ്ഥാനത്ത് ഏതാണ് 5 അല്ലേ. അപ്പോൾ ഇവിടെ 5 വൺസ് ഇത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ഇവിടെ 1000 ഉണ്ട്, ടെൻസ് ഉണ്ട്, വൺസ് ഉണ്ട്, പക്ഷേ ഹൺഡ്രഡ്സ് തന്നില്ല അല്ലേ. ഇത് വായിക്കുന്നത് 6,307 എന്നാണല്ലേ. അപ്പോൾ എത്ര 1000 ഉണ്ട്, അപ്പോൾ 1000ൻ്റെ സ്ഥാനത്ത് ഏതാ 1, 10, 100, 1000. 1000ൻ്റെ സ്ഥാനത്ത് ഏതാണ് 6 ആണ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ടെൻസ് ആണ്, ഹൺഡ്രഡ്സ് ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ വൺസ്, ടെൻസിൻ്റെ ഇവിടെ നമ്മൾ എന്താക്കണത്, ഈ ഹൺഡ്രഡ്സ് തരാത്തോണ്ട് ആ ഹൺഡ്രഡ്സിൻ്റെ കൂടി കൂട്ടിയിട്ട് എന്താക്കണം ടെൻസ് നമ്മൾ പറയണം കേട്ടോ. അപ്പോൾ 30 ടെൻസ് എന്ന് പറയണേ, 30 ടെൻസ്. നെക്സ്റ്റ് എത്ര വൺസ് ഉണ്ട്, 7 അല്ലേ. 7 വൺസ് ഇത് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ഇവിടെ ഡാഷ് ഹൺഡ്രഡ്സ് ഡാഷ് വൺസ് 4,218 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 1000ൻ്റെ സ്ഥാനത്ത് 1000 തന്നില്ല, പക്ഷെ ആ 1000 100ൻ്റെ സ്ഥാനത്താക്കി കൊടുത്തിട്ട് നമ്മൾ ഹൺഡ്രഡ്സ് എഴുതണം കേട്ടോ. അപ്പോൾ ഹൺഡ്രഡ്സിൽ എത്ര ഉണ്ട്, 1, 10, 100. 2ൻ്റെ അപ്പുറത്തുള്ളതൊക്കെ എന്താക്കുക, നമ്മൾ ഇവിടെ വേറെ 1000 തോന്നുന്നു എഴുതി തന്നില്ലെങ്കിൽ ആ നമ്പറായിട്ട് ഇവിടെ എഴുതണം കേട്ടോ. 42. ഓക്കെ, 42 ഹൺഡ്രഡ്സ്. ദെൻ എത്ര വൺസ് ആണ്, ഇവിടെ ടെൻസ് തന്നില്ല അല്ലേ. അപ്പോൾ ടെൻസ് തരാത്തതുകൊണ്ട് എന്താണ് ടെൻസ് വൺസിലേക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബാക്കി ഏതാണ് 18 അല്ലേ. അപ്പോൾ 18 വൺസ് എഴുതണേ. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നത് 5,600, 0 ടെൻസും 8 വൺസും ആണ്. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ എഴുതും, 5,600 and 5,608. 608. ഓക്കെ, 5,608 കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, 8,012 ടെൻസ് 0 വൺസ് ആണ് അല്ലേ. അപ്പോൾ 8,000 പിന്നെ 12 ടെൻസ് അല്ലേ. അവിടെ ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്തുള്ളത് ഈ 1 ഇവിടെ കിടക്കുന്നില്ല. അപ്പോൾ 12 ടെൻസിൽ നമുക്ക് 12 എന്ന് എഴുതുക. ഓക്കെ, 12. പിന്നെ വൺസിൻ്റെ സ്ഥാനത്ത് എന്താ 0 അല്ലേ. അപ്പോൾ 0.
ഓക്കെ. ദെൻ നെക്സ്റ്റ് 1600s 25 വൺസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1600s 25 വൺസ്. ഓക്കെ, ഞാൻ എഴുതി എന്നിട്ട് 25 ആണ് അത്. ദെൻ അടുത്ത എന്താണ്? ഇൻ ദ നമ്പർ 6315 ദ വാല്യൂ ഓഫ് ദ ഡിജിറ്റ് 6 ഈസ് 6000 ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3. ഈ നമ്പറിൽ, ഏത് നമ്പറിൽ? 6315 എന്ന് പറഞ്ഞ നമ്പറിൽ വാല്യൂ ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. അപ്പോൾ വാല്യൂ ഓഫ് ഡിജിറ്റ്, അതിൽ വാല്യൂ ഓഫ് ഡിജിറ്റ് 6 എന്ന് പറഞ്ഞാൽ 6000 ആണ് കേട്ടോ. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3. അപ്പോൾ 3ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഈ നമ്പറിൽ എന്താണ്? 6, വാല്യൂ ഓഫ് ഡിജിറ്റ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6000 അല്ലേ? 6 എഴുതിയിട്ട് ബാക്കിയുള്ള നമ്പറിനൊക്കെ 0 ഇട്ട് കൊടുക്കുക കേട്ടോ. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഓരോന്നിനും 3ൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ 3 എന്ന് പറഞ്ഞാൽ വൺസിൻ്റെ സ്ഥാനത്തല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കുക? 3 വൺസ് എന്ന് എഴുതുക കേട്ടോ. 3 വൺസ്. ഓക്കെ. ഇനി ഇതിൽ 3ൻ്റെ എന്താണ്? ഇവിടെ 3 ഇതാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ 3 ഇട്ടിട്ട് ഒരു 0, അപ്പം 30. ഇനി ഇവിടെ നോക്കിയാൽ 3 കഴിഞ്ഞിട്ട് എന്താണ്? എത്ര നമ്പർ ഉണ്ട്? 1 2 3 അല്ലേ? അപ്പം 3000 എഴുതുക. ഓക്കെ. ഇനി ഇവിടെ 3 കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? 1 2 ആണ് അല്ലേ? അപ്പം 3 ഇട്ടിട്ട് 2 0 ഇട്ട് കൊടുക്കുക. 300. ഇതാണ് എന്ത്? വാല്യൂ ഓഫ് ഡിജിറ്റ് 3 അല്ലേ? 3. അപ്പോൾ എന്താണ്? 3ൻ്റെ വാല്യൂ ഓരോന്നിനും എത്രയാണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കൂ. എന്താണ്? ദ ടോട്ടൽ ട്രെയിൻ ഫെയർ ഫ്രം തിരുവനന്തപുരം ടു എറണാകുളം ഈസ് 3625 റുപ്പീസ് ആണ് കേട്ടോ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ എത്രയാണ്? ട്രെയിൻ ഫെയർ 3625 സിൻസ് ദർ ഈസ് എ കൺസെഷൻ ഫോർ സ്കൂൾ ചിൽഡ്രൻ. അപ്പോൾ കുട്ടികൾക്ക് എന്താണ്? ഒരു കൺസെഷൻ ഉണ്ട് അല്ലേ? ഓൺലി 2000 റുപ്പീസ് ഫസ്റ്റ് പെയ്ഡ്. എന്താ? 2000 രൂപ പേ ചെയ്താൽ മതി അല്ലേ? ഹൗ മച്ച് ഈസ് ദ കൺസെഷൻ? അങ്ങനെയാണ് ഈ കൺസെഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം എന്താണ്? അത് മൈനസ് ചെയ്താൽ പോരെ? ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 3625 മൈനസ് 2000 അല്ലേ? അപ്പം എന്താണ്? നമ്മളിവിടെ സൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. 3625 മൈനസ് 2000 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? ഇവിടെ 5 0 പോയാൽ 5 അല്ലേ? 2 0 പോയാൽ 2, 6 0 പോയാൽ 6, 3 2 പോയാൽ 1. അപ്പോൾ അളവ് കിട്ടിയ എത്രയാണ്? 1625 ആണ് കേട്ടോ. അപ്പം എത്രയാണ്? 1625 എന്ന് എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കൂ. റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ എംപ്റ്റി സെൽ. ഇവിടെയുള്ള എംപ്റ്റി സെല്ലിൽ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇവിടെ എങ്ങനെയാണെന്ന് നോക്കിയേ. ഈ ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ബോക്സ് എന്ന് പറയുന്നത് ഈ ബോക്സിൻ്റെ പകുതിയിലും ഈ ബോക്സിൻ്റെ പകുതിയിലും. അപ്പോൾ ഈ നമ്പർ തമ്മിൽ എന്തെങ്കിലും ചെയ്താൽ ഈ നമ്പർ കിട്ടും. അപ്പോൾ എനിക്ക് എന്ത് നോക്കിയാൽ ഇത് 2 കൂട്ടി നോക്കിയാൽ ആദ്യം കൂട്ടി നോക്കുക. കൂട്ടി നോക്കി കിട്ടിയില്ലെങ്കിൽ മൈനസൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. കൂട്ടിയാൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് 1 5 6 8 അല്ലേ? അപ്പോൾ ഇത് 2 കൂട്ടിയാലാണ് ഈ നമ്പർ കിട്ടുക. അപ്പോൾ ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ ബോക്സിലും അല്ലേ ഉള്ളത്? അപ്പോൾ ഈ 2 നമ്പറും കൂടി കൂട്ടിയാൽ ഇത് കിട്ടും. ഓക്കെ. അപ്പോൾ പിന്നെന്താണ്? ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ ബോക്സിലുള്ളത്. അപ്പോൾ ഈ നമ്പറും കൂടി കൂട്ടിയാൽ ഇത് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ നടുക്കുള്ള നമ്പർ തന്നിട്ടില്ല. നമ്പർ തരാത്തതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കിയാൽ? നമുക്ക് ചെയ്യേണ്ടത് ഈ ബോക്സിൽ നോക്കിയാൽ ഈ ബോക്സിലാണ് എന്ത്? ഈ ബോക്സിൻ്റെ വാല്യൂ അല്ലേ? അതുപോലെ ഈ ബോക്സിൻ്റെയും വാല്യൂ ആണെന്ത്? ഈ ബോക്സ് അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ഇതും കൂടി കുറച്ചാലാണ് ഇത് കിട്ടുക. ഓക്കെ. അതായത് ഇവിടെ നോക്കിയാൽ ഈ 486 ഇത് 2 കൂട്ടിയിട്ടല്ലേ 486 കിട്ടുന്നത്. അതുപോലെ ഈ 486 ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ കുറച്ചാൽ മറ്റേ ബോക്സിൽ കിട്ടും. ഈ ബോക്സിലാണ് നമുക്ക് കിട്ടേണ്ടെങ്കിൽ 486 185 കുറച്ചാൽ ഇത് കിട്ടും അല്ലേ? ഇനി നമുക്ക് ഈ ബോക്സാണ് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്? 486 301 കുറച്ചാൽ ഇത് കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്താണ്? 1556 കുറച്ചാൽ ഇത് കിട്ടും. പിന്നെ ഇത് കിട്ടിയത് 2 കൂടി കൂട്ടിയത് എഴുതിയാൽ പോരെ? പിന്നെ ഇത് 2 കൂടി കൂട്ടിയാൽ ഇത് എഴുതാം അല്ലേ? അതേപോലെ ഇതും നോക്കുക. ഇവിടെ നോക്കിയാൽ 920 616 കുറച്ചാൽ ഇവിടുത്തെ കിട്ടും. അതുപോലെ ഇത് 2 കൂട്ടിയാൽ ഇത് കിട്ടും. പിന്നെ ഇത് 2 കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? ഇതും കിട്ടും കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 486,014. പിന്നെ ഇത് 2 കൂടി പ്ലസ് ചെയ്താൽ 1500 കിട്ടും. പിന്നെ അതുപോലെ നോക്കിയാൽ ഇതാ അങ്ങനെ കിട്ടും കേട്ടോ. 5555 4444 556 പിന്നെ 9900
999,000 പിന്നെ 1999. പിന്നെ ഇത് നോക്കിയാൽ 302 ആണ് അല്ലേ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 920 കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 1045. ഇനി അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 1965 കിട്ടും. അപ്പോൾ ഇങ്ങനെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റീച്ച് 8 വിത്തൗട്ട് റിപ്പീറ്റിംഗ് എനി നമ്പർ. 8ലേക്ക് എത്താനാണ് പറഞ്ഞത്, നമ്പർ ഒന്നും റിപ്പീറ്റ് ചെയ്യാതെ. അപ്പോൾ നമുക്ക് എങ്ങനെ എത്തും നോക്കിയേ. അപ്പോൾ നമുക്കറിയാം എന്ത്, ഇത് രണ്ടും കൂടി കൂട്ടിയതാണ്, താഴെയുള്ള ഈ രണ്ട് നമ്പറും കൂടി കൂട്ടിയതാണ് എന്ത്, ഈ മുകളിലുള്ള ഈ നമ്പർ. അപ്പോൾ 8 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇവിടെ 5ഉം 3ഉം ചെയ്ത് നോക്കുക. 5ഉം 3ഉം എഴുതുക. റിപ്പീറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ 5ഉം 3ആണല്ലോ 8. ഇനി ഇവിടുത്തെ ഈ രണ്ട് നമ്പർ ഈ നമ്പറും കൂടി കൂട്ടിയാൽ 5ഉം ഈ നമ്പറും കൂടി കൂട്ടിയാൽ 3ഉം ആണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കുക, 5 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, 3ഉം 2ഉം 5ആണ്, പക്ഷെ 3 ഇവിടെ ഉണ്ട് അല്ലേ. പിന്നെ നമുക്ക് എന്താ 4ഉം 1 എഴുതി വെക്കുക. അപ്പോൾ 4ഉം 1ഉം, അപ്പോൾ 4ഉം 1ഉം കൂട്ടി 5. ഇവിടെ 4 എഴുതിയാൽ ഇവിടെ 3ആണ്, പറ്റൂല അല്ലേ. അപ്പോൾ 4ഉം 1 5. ഇനി ഇവിടെ 3 അല്ലേ, അപ്പോൾ 3ഉം 1 കുറച്ച് എത്ര 2 അല്ലേ. 2ഉം 1ഉം ആണെന്ത് 3 വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാം. 3 ഇങ്ങോട്ട് താഴോട്ടേക്ക് വന്ന് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ഈ 8 എന്ന് പറയുന്നത് താഴെ ഈ രണ്ട് നമ്പർ കൂടി കൂട്ടിയതാണ് 8. അപ്പോൾ 5ഉം 3ഉം 8 അല്ലേ. പിന്നെ 4ഉം 1ഉം 5 1ഉം 2ഉം 3 കേട്ടോ. നോക്കൂ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 27 ചിൽഡ്രൻ ആർ സ്റ്റാൻഡിങ് ഇൻ എ ലൈൻ. ഒരു ലൈനിൻ്റെ എത്രയാണ്? 27 കുട്ടികൾ നിൽക്കുന്നുണ്ട് അല്ലേ. ദ വൺ ഇൻ ദ മിഡിൽ ഹാസ് ടിക്കറ്റ് നമ്പർ 4068 അല്ലേ. എന്താണ് മിഡിലുള്ള കുട്ടീൻ്റെ നമ്പർ എത്രയാണ്? 4068 ആണ് അല്ലേ. വാട്ട് ഇസ് ദ ടിക്കറ്റ് നമ്പർ ഓഫ് ദ ഫസ്റ്റ് ഇൻ ദ ലൈൻ? അങ്ങനെയാണെങ്കിൽ ലൈനിൻ്റെ ഫസ്റ്റ് ഉള്ള കുട്ടീൻ്റെ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഓഫ് ദ ലാസ്റ്റ് ഇൻ ദ ലൈൻ, ലാസ്റ്റ് ലൈനിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 27 കുട്ടികളാണല്ലോ ഉള്ളത്. അപ്പോൾ 27ൻ്റെ പകുതി എത്രയാണ്? അപ്പോൾ 26ൻ്റെ പകുതി 13 ആണ് അല്ലേ. അപ്പോൾ 13 14 അല്ലേ. അപ്പോൾ 14 എന്ത് നടുക്കുള്ള കുട്ടീൻ്റെ നമ്പർ എന്ന് പറയുന്നത് അല്ലേ. 14 കുട്ടികളെ കഴിഞ്ഞിട്ട് അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എത്രയാണ്? 14 ഇങ്ങോട്ടേക്ക് 13 കുട്ടികളുണ്ടാവും മുന്നിലോട്ടും, അതുപോലെ 13 കുട്ടികൾ ബാക്കോട്ടും ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ അല്ലേ 13ഉം 13ഉം 26ഉം പിന്നെ ഈ 14ൻ്റെ എന്താ 1ഉം 27 അല്ലേ. അപ്പോൾ 27 കുട്ടികൾ അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ 14ാമത്തെ കുട്ടീൻ്റെ ടിക്കറ്റ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആ 14ാമത്തെ കുട്ടീൻ്റെ നമ്പറാണ് എന്ത് 4028 എന്ന് പറയുന്നത്. ഓക്കെ, 4028. അപ്പം ഈ നമ്പർ 14ാമത്തെ കുട്ടീൻ്റെ നമ്പർ 4068 ആണ് അല്ലേ. ടീച്ചർ 28 എന്ന് പറഞ്ഞു, സോറി കേട്ടോ. 4068 കേട്ടോ. അപ്പോൾ എന്താണ് ആ ലൈനിലെ ഫസ്റ്റ് ഉള്ള കുട്ടീൻ്റെ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നോക്കി നമുക്ക് 4068 ഇപ്പുറത്തേക്ക് ഒന്ന് എഴുതിയൊക്കെ. 4067 4000 എത്ര 66 കുറഞ്ഞ് വരിക അല്ലേ. 4065 4064 4063 4062 4061 4060 പിന്നെ 4059 4058 4057 4056 4055 അല്ലേ. അപ്പോൾ 4055 അല്ലേ ഫസ്റ്റത്തെ നമ്പർ. ഞാൻ ലാസ്റ്റത്തെ ലൈനിൽ എന്താണ് 27 കുട്ടികളല്ലേ. അപ്പോൾ അങ്ങോട്ടേക്കും 13 അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എണ്ണി വെക്കുക. 13 അല്ലേ, കൂട്ടിയാലും മതി കേട്ടോ. അപ്പോൾ 4068 അല്ലേ, 4068 അല്ലേ. അപ്പോൾ അടുത്ത് 4069 4070 4071 4072 4072 73 4074 4075 4076 4077 4078 4079 4080 4081 അല്ലേ. അപ്പോൾ ലാസ്റ്റത്തെ 4081 ആണോ? ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്പർ എത്രയാണ്? 4655ഉം ലാസ്റ്റ് ടിക്കറ്റ് നമ്പർ 4081 അല്ലേ. അങ്ങനെ എഴുതി വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കിയേ. 10,000 ഈസ് ഈക്വൽ ടു ഹൗ മെനി 500s? 10,000 എന്ന് പറയുമ്പോൾ എത്ര 500 ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1000 എത്ര 500 ഉണ്ട്? 2 അല്ലേ. 2 500 കൂട്ടിയാലാണ് എന്ത് 1000 ആവുന്നത് അല്ലേ. അപ്പം നോക്കിയാൽ 10,000 എന്ന് പറയുമ്പോൾ എത്ര ഇത് വരുന്നുണ്ട്? എത്ര 500 വരുന്നുണ്ട്? എത്ര 20 അല്ലേ. അപ്പോൾ 20 ആണ് കേട്ടോ. അപ്പോൾ 500 + 500 + നോക്കുക 500 പിന്നെന്താ 500 1000 പിന്നെ ഒരു 500 1500 വിരൽ ഇങ്ങനെ പൊന്തിച്ച് നോക്കിയാൽ ഞാൻ എണ്ണുന്നതനുസരിച്ച്. അപ്പോൾ ഫസ്റ്റ് മുതൽ കേട്ടോ 500 ഒരു വിരലായ 500. അപ്പോൾ 1000 1500 2000 2000 2500 2500 ആയില്ല. അപ്പോൾ 5
500 ഇനി 3000 3500 3500 പിന്നെ 4000 4500 പിന്നെന്താണ് 5000. അപ്പോൾ 500 നമുക്ക് 10,000 അപ്പോൾ വരേണ്ടത് 5,000 ആയിട്ടുള്ള. ഇനി നെക്സ്റ്റ് എന്താണ് 5,500 6,000 6,500 7,000 7,500 8,000 8,500 9,000 9,500 10,000. ഇപ്പോൾ എത്ര വരലായി? 20 അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 20. നിങ്ങൾക്ക് എണ്ണി നോക്കണം കേട്ടോ, അത് എഴുതി നോക്കുക. അപ്പോൾ 2,500 കൂടിയാലാണ് എന്ത് വരുന്നത്? 10,000 ഈക്വൽ ആവുക കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ഈസ് 50 ones 50 tens 50 hundreds ടേക്കൺ ടുഗദർ. അപ്പോൾ ഇതിന് താഴെയുള്ള നമ്പറിൽ എന്താണ്, ഏത് നമ്പറാണ് 50 1ഉം 50 10ഉം പിന്നെ അതുപോലെ 50 100 വരുന്ന ഏതാണ്? ഓക്കെ, അപ്പോൾ 50 100 അല്ലേ. അപ്പോൾ ഇതിൽ ഏതാ വരുന്നത് നോക്കിയേ, ഇതാ 50 onesഉം 50 tensഉം അല്ലേ. അപ്പോൾ നമ്മൾ നോക്കി നോക്കിയേ, 50 hundreds എന്ന് പറയുമ്പോൾ എത്രയാണ്? 50 hundreds എന്ന് പറയുമ്പോൾ നമ്മൾ 50 പിന്നെ ഒരു 2 0. ഓക്കെ, 50 hundreds. പിന്നെ ആദ്യം 50 hundredsനാണ് നമ്മൾ ഇന്ന് വലിയ നമ്പറിന്. പിന്നെ 50 tens ആണല്ലോ ഇതിൽ വരുന്നത്, 50 tens. അപ്പോൾ ഇവിടെ 50 tens 50 tens എന്ന് പറയുമ്പോൾ എന്താ? 50 tens എന്ന് പറയുമ്പോൾ 500 അല്ലേ. അപ്പോൾ 500 ആട്ടോ വരുന്നത്. ഇവിടെ 500. ഇവിടെ 500 ആണ്. അപ്പോൾ ഇവിടെ 500. 50 tens എന്ന് പറഞ്ഞാൽ 50 10 പറഞ്ഞാൽ എത്രയാണ്? 500 അല്ലേ? ആണ് അല്ലേ. അപ്പോൾ 500. ഓക്കെ, ഇനിയോ 50 ones എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 1 പറഞ്ഞാൽ എത്രയാണ്? 50 തന്നെ അല്ലേ. അപ്പോൾ 50. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ബസ് ചെയ്ത് നോക്കിയേ. 0 പിന്നെ 0 0 5 5 പിന്നെ 0 5 കൂട്ടി 5 പിന്നെ 5 അല്ലേ. അപ്പോൾ 5550. ഇതിൽ ഏതാ? അപ്പോൾ 5550 5550. ഇപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, കണ്ടിന്യൂ ദ പാറ്റേൺ. ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 4080 4085 4091 4098. നോക്കിയേ, ഇവിടെ എന്താ കൂടുന്നത്, എന്താണ് കുറയുന്നത്? ഇവിടെ നോക്കിയേ, സാധാരണ നമ്മളെന്താണ് ഒരേ നമ്പർ കൂടി കൂടി പോവുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ കൂടി പോകുന്നത് എന്താണ്? ഇവിടെ നോക്കിയാൽ 4000 ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? 4085 4080 കുറച്ച് എത്ര ഇടുക? ഇവിടെ 5 ആണ് അല്ലേ കിട്ടുക. ഇത് 5. ഇനി 4085 4091 അല്ലേ. അപ്പോൾ 4091 85 കൂട്ടിയാൽ എന്താ കുറച്ച് എന്താ കിട്ടുക? 6 ആണ് അല്ലേ. അപ്പോൾ 5 6 അല്ലേ, 6. ഇനി അടുത്ത് നോക്കിയേ, 4098 4091 കുറച്ച് എത്രയാണ്? 7 ആണ് കേട്ടോ. അപ്പോൾ ഇത് പാറ്റേൺ നോക്കിയാൽ 5 6 7. ഇനി അടുത്ത എന്താ? ഇവിടെ അപ്പോൾ ഇതിനോട് 5 കൂട്ടിയാലാണ് ഈ അടുത്ത നമ്പർ കിട്ടുന്നത്. ഇതിനോട് 6 കൂട്ടിയാലാണ് ഈ നമ്പർ കിട്ടുന്നത്. ഇതിനോട് 7 കൂട്ടിയാലാണ് ഈ നമ്പർ കിട്ടുന്നത്. ഇനി അടുത്ത ഏതാണ്? എത്ര കൂട്ടത്? 5 6 8 അല്ലേ. അപ്പോൾ ഇതിനോട് 8 കൂട്ടിയാൽ എന്ത് കിട്ടും? ഈ ഇവിടുത്തെ നമ്പർ കിട്ടും അല്ലേ. അപ്പോൾ 4098 + 8 എത്രയാണ്? 4098 4098 4099 4100 4100 ഉണ്ട് കേട്ടോ. 5000 ആവില്ല കേട്ടോ. അപ്പോൾ 4098 കഴിഞ്ഞിട്ട് 99 4100 4101 4102 4103 4104 4105 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താക്കണം? 4106 അല്ലേ. പിന്നെ എന്താണ്? പിന്നെ അടുത്ത എന്താണ്? 7 അല്ല 8 അല്ല കൂട്ടി പോകേണ്ടത്. അടുത്തത് ഇതിനോട് 8 കൂട്ടിയാൽ എത്ര നമുക്ക് കിട്ടിയത്? 4115. പിന്നെ 9 ആണ് കൂട്ടേണ്ടത് അല്ലേ. പിന്നെ 4125 എത്രയാണ്? 15നോട് 9 കൂട്ടിയാൽ അല്ല 4106 അല്ലേ. 4106 9 കൂട്ടി എത്രയാണ്? 4115 അല്ലേ. ഈ 4115നോട് 10 കൂട്ടി എത്രയാണ്? 4125. ഇനി അടുത്ത് 4125നോട് അടുത്ത നമ്പർ എന്താ? 11 കൂട്ടിയാൽ 4136. അപ്പോൾ ഇത് എന്താണ്? കൂടി കൂടി വരുന്നത് എന്താണെന്നൊക്കെ നോക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് എന്താണുള്ളൂ ഇതാവുള്ളൂ. ഇവിടെ എത്രയാണ്? ഇതിനോട് 5 ആണ് ഇവിടെ കൂടുന്നത്. ഇവിടെ എന്താണ്? 6 ആണ് ഇവിടെ കൂടുന്നത്. ഇവിടെ 7 ആണ് കൂടുന്നത്. ഇവിടെ ഇനി 8 ആണ് കൂടുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് എന്താ? ഇതിനോട് 9 ആണ് കൂട്ടിയത് അല്ലേ. ഇനി ഇതിനോട് എന്താണ്?
10 ആണ് കൂട്ടുന്നത്, പിന്നെ ഇതിനോട് 11 ആണ് കൂട്ടുന്നത് അല്ലേ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ദെൻ നെക്സ്റ്റ്, അപ്പോൾ നമുക്ക് എന്താക്കണം ആദ്യം, ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 9000 ആൻഡ് 10,000 അടിച്ച്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഡാഷ് നമ്പേഴ്സ് ബിറ്റ്വീൻ 9000 ആൻഡ് 9100. എത്ര 9000ൻ്റെയും 9100ൻ്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 99 നമ്പേഴ്സാണ് ഉള്ളത് അല്ലേ. അപ്പോൾ 99 നമ്പേഴ്സ് എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താണ്, ഡാഷ് നമ്പേഴ്സ് അല്ലേ, ഡാഷ് നമ്പേഴ്സ് ബിറ്റ്വീൻ 9000 ആൻഡ് 9500. അപ്പോൾ എത്രയാണത്? അത് 400 എത്രയാ വരുന്നത്? 499 ആണ് വരിക കേട്ടോ. 499 നമ്പേഴ്സാണ് എന്ത് 900ൻ്റെയും പിന്നെ 9000ൻ്റെയും 9500ൻ്റെയും ഇടയിലുള്ളത് എത്രയാണ്? 499 നമ്പേഴ്സാണ് അല്ലേ. ഇനി ഡാഷ് നമ്പേഴ്സ് ബിറ്റ്വീൻ എന്താണ്, നമ്പേഴ്സ് ബിറ്റ്വീൻ 9000 ആൻഡ് 10,000. എന്താണ് 9000ൻ്റെയും 10,000ൻ്റെയും ഇടയിൽ അപ്പോൾ എത്ര നമ്പറാണ് വരിക? എത്ര? യെസ് പറയൂ. 999 അല്ലേ. ഓക്കെ, തിങ്ക് ചെയ്ത് നോക്കുക കേട്ടോ, അങ്ങനെ ചെയ്യുക കേട്ടോ. അതായത് 9000ൻ്റെയും 9,100ൻ്റെയും ഇടയിലുള്ള നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 99 ആണ് അല്ലേ. പിന്നെ അതുപോലെ 9000ൻ്റെയും 9500ൻ്റെയും ഇടയിലുള്ളത് എത്രയാണ്? 499 ആണ്. പിന്നെ എന്താണ് 9000ൻ്റെയും 10,000ൻ്റെയും ഇടയിലുള്ള നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 999 നമ്പേഴ്സാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 9000 ആൻഡ് 10,000. എന്താണ് ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 9000 ആൻഡ് 10,000. അപ്പം 9000ൻ്റെയും 10,000ൻ്റെയും ഇടയിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എത്രയാണ് നമുക്ക്? 500 ഓഡ് നമ്പേഴ്സാണ് ഉള്ളത് കേട്ടോ. മൊത്തം എത്രയാണ്? മൊത്തം 1000 നമ്പേഴ്സ് അല്ലേ വരുന്നത്. അപ്പം ഓഡ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പകുതിയാണ് വരിക അല്ലേ. അതുമാതിരി ഈവൻ നമ്പറും അല്ലേ. ഈവൻ നമ്പർ എത്ര ഉണ്ടെന്ന് വെച്ചത് 9000ൻ്റെയും 10,000ൻ്റെയും ഇടയിൽ എത്ര ഈവൻ നമ്പർ അല്ലേ. ഹൗ മെനി ഈവൻ നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 9000 ആൻഡ് 10,000 എന്ന് വെച്ചല്ലേ. അപ്പോൾ ഈവൻ നമ്പർ അല്ലേ. മറ്റേ ഓഡ് നമ്പർ ആണെങ്കിൽ എത്രയാണ്? 500. ഈവൻ നമ്പർ ആണെങ്കിലും എത്രയാണ്? ഓഡ് നമ്പർ 500, ഈവൻ നമ്പർ എത്ര? പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഒറ്റടിക്ക് 500 എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ എന്താണ് 9000ൻ്റെയും 10,000ൻ്റെയും ഇടയിൽ എന്താണ് എത്ര നമ്പർ ഉണ്ട്? നമ്മൾ ആദ്യം ടോട്ടൽ നമ്പർ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്പേഴ്സ് ബിറ്റ്വീൻ 9000 ആൻഡ് 10,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 9001 മുതൽ എത്രയാണ്? 9999 വരെയാണ് എന്താണ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 9999 മൈനസ് 9001 പ്ലസ് 1 അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ 999 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാം അവിടെ? അതിൽ 901 എന്ന് പറഞ്ഞാൽ ഓടാണ്. അതുപോലെ ലാസ്റ്റത്തെ നമ്പറായ 9999 ഓടാണ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഓഡ് നമ്പർ 500 ഓഡ് നമ്പർ എന്ന് പറയാം അല്ലേ. അപ്പം ടോട്ടൽ എത്രയാണ്? നമുക്ക് 999 നമ്പേഴ്സാണ് ഉള്ളത് അല്ലേ. 9000ൻ്റെയും 10,000ൻ്റെയും ഇടയിൽ എത്രയാണ്? 999 നമ്പേഴ്സ് അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് എന്താണ് നമുക്ക് 500 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 499 അല്ലേ. അപ്പോൾ 499. അപ്പോൾ 499 ഈവൻ നമ്പേഴ്സാണ് എന്ത് ഉള്ളത് കേട്ടോ. ഓക്കെ, മനസ്സിലായില്ല. അപ്പോൾ ടോട്ടൽ നമ്പർ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? 9000ൻ്റെയും 10,000ൻ്റെയും ഇടയിൽ 999 നമ്പേഴ്സാണ് ഉള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ അവിടെ എത്ര ഓഡ് നമ്പർ ഉണ്ട്, എത്ര ഈവൻ നമ്പർ ഉണ്ട് എന്നൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ടോട്ടൽ 999 നമ്പറാണ്. അതിൽ ഓഡ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് നമ്പർ 901 ആണ്. പിന്നെ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 9999 ആണ് അല്ലേ. 9001 ആണ് ഫസ്റ്റ് നമ്പർ. അതുപോലെ ലാസ്റ്റ് നമ്പർ എത്രയാണ്? 9999 ആണ് അല്ലേ. അപ്പോൾ അതിന് എന്താക്കുക? അപ്പോൾ അത് രണ്ടും എന്താണ്? ഓടാണ്. അപ്പം പിന്നെന്താണ് ബാക്കി? അപ്പോൾ 500 ഓഡ് നമ്പർ കിട്ടി. ഈവൻ നമ്പർ എത്രയാണെന്ന് കിട്ടണമെങ്കിൽ ഈ ടോട്ടൽ നമ്പേഴ്സിന് ഈ 500 കുറച്ചാൽ മതി, 499. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ ആണ് കേട്ടോ. ടേക്ക് എനി 2 നമ്പേഴ്സ് ആൻഡ് ആഡ്. 2 നമ്പർ എടുക്കുക, അത് ആഡ് ചെയ്യുക. ഇസ് ദ സം ആൻഡ് ഓഡ് നമ്പർ ഓർ ഈവൻ നമ്പർ?
രണ്ട് ഓഡ് നമ്പർ എടുത്തിട്ട്, ഓഡ് നമ്പർ പറയുമ്പോൾ ഏതൊക്കെയാണ്? 1 ഓഡ് നമ്പറാണ്, 3 ഓഡ് നമ്പറാണ് അല്ലേ. അപ്പോൾ 1 + 3 എന്ന് പറഞ്ഞാൽ എത്ര? 4 ആണ് അല്ലേ. അപ്പോൾ അതെന്താണ്? ഈവൻ നമ്പറാണോ ഓഡ് നമ്പറാണോ? ഈവൻ നമ്പറാണ് അല്ലേ. ഇനി വാട്ട് അബൌട്ട് സം ഓഫ് 3 ഓഡ് നമ്പർ? 3 ഓഡ് നമ്പർ എടുത്താൽ ഇപ്പോൾ 1ഉം 3ഉം 5 ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ 1 + 3 + 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. അത് ഓഡ് നമ്പറാണ് അല്ലേ. ഇഫ് ദ നമ്പർ ഓഫ് നമ്പേഴ്സ് ആഡഡ് ഈസ് ആൻ ഓഡ് നമ്പർ, വാട്ട് ടൈപ്പ് ഓഫ് നമ്പർ ഇസ് ദ സം? എന്താണ്? ഇഫ് ദ നമ്പർ ഓഫ് നമ്പേഴ്സ്, ആ നമ്പറിൻ്റെ നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ, ആഡ് ചെയ്യുമ്പോൾ അത് ഓഡ് നമ്പർ ആണെന്ന് വിചാരിച്ചോ. വാട്ട് ടൈപ്പ് ഓഫ് നമ്പർ ഈസ് സം? If the number of number is even, like this, add some even numbers, write your findings in your notebook. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മക്കളെ? ഇതാ കണ്ടോ, 2 ഓഡ് നമ്പർ എഴുതി കൂട്ടി നോക്കുക. കിട്ടുന്ന ഉത്തരം ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ? ഒറ്റസംഖ്യ ഓഡ്, ഇരട്ടസംഖ്യ ഈവൻ അല്ലേ. ഇനി 3 ഒറ്റസംഖ്യകൾ കൂട്ടിയാൽ എന്താണ്? നമുക്ക് 3 ഓഡ് നമ്പർ കൂട്ടിയാലും ഓഡ് നമ്പറാണ് ആൻസർ കിട്ടുക അല്ലേ. 2 ഓഡ് നമ്പർ കൂട്ടിയാൽ ഈവൻ നമ്പർ കിട്ടും അല്ലേ. ഈ കൂട്ടുന്ന സംഖ്യകളുടെ എണ്ണം ഒറ്റസംഖ്യ ആയാൽ തുക ഏത് തരം സംഖ്യയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഈ കൂട്ടുന്ന സംഖ്യകളുടെ എണ്ണം, അതായത് ഇപ്പം ഇത് 3 ആണെങ്കിൽ എന്താണ്? ഒറ്റസംഖ്യ തന്നെ കിട്ടും അല്ലേ, ഓഡ് നമ്പർ തന്നെ കിട്ടും അല്ലേ. അപ്പോൾ കൂട്ടുന്ന സംഖ്യകളുടെ എണ്ണം ഒറ്റസംഖ്യ ആയാൽ എന്താണ്? നമുക്ക് ഒറ്റസംഖ്യ തന്നെ കിട്ടും അല്ലേ. 2 സംഖ്യ ആണെങ്കിൽ 2 ഓഡ് നമ്പറാണ് കൂട്ടുന്നതെങ്കിൽ നമുക്ക് ഈവൻ നമ്പറാണ് കിട്ടുക. ഇനി 3 എണ്ണാണെങ്കിൽ 3 എന്ന് പറയുന്നത് ഓഡ് നമ്പർ അല്ലേ. അപ്പം 3 ഓഡ് നമ്പർ കൂട്ടുക എന്താണ്? നമുക്ക് ഓഡ് നമ്പറാണ് കിട്ടുക അല്ലേ. പക്ഷേ 4 പറഞ്ഞാൽ ഈവൻ അല്ലേ. 4 ഓഡ് നമ്പർ കൂട്ടിയാലോ നമുക്ക് ഈവൻ നമ്പറാണ് കിട്ടുക കേട്ടോ. എണ്ണം ഇരട്ടസംഖ്യ ആകുമ്പോഴോ അല്ലേ. ഇതുപോലെ ഇരട്ടസംഖ്യകൾ കൂട്ടി നോക്കുക. അപ്പോൾ 2 ഇരട്ടസംഖ്യകൾ കൂട്ടുക, എന്താണ്? ഇരട്ടസംഖ്യകളൊക്കെ കൂട്ടിയാലല്ലേ, ഈവൻ നമ്പർ കൂട്ടിയാലൊക്കെ എന്താണ്? എത്ര ഈവൻ നമ്പർ കൂട്ടിയാലും അല്ലേ, 2 ഈവൻ നമ്പർ കൂട്ടിയാലും ഈവൻ നമ്പർ തന്നെ, 3 ഈവൻ നമ്പർ കൂട്ടിയാലും ഈവൻ നമ്പർ തന്നെ അല്ലേ. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ എന്താ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്താണ്? പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി നന്നായിട്ട് എഴുതുക കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.